നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാനും കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം വിള്ളൽ വീഴ്ത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചത് എല്ലാ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. അതുമാത്രമല്ല, അതിനെതിരെ കാനഡയ്ക്കെതിരെ ഇറാൻ പ്രതികാരം ചെയ്തത് കാനഡയുടെ റോയൽ കനേഡിയൻ നേവിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായി പുറത്തുവരുന്നത്. ഇറാനും കാനഡയും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ ഇതോടുകൂടി അതിരൂക്ഷമായിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കാനഡയുടെ റോയൽ കനേഡിയൻ നേവിയെയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചതോടുകൂടിയാണ് ഈ ഒരു ബന്ധം കൂടുതൽ വഷളായത്. 2024 ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ ഒരു തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചതിന് മറുപടിയായാണ് ഈ തീരുമാനമെന്ന് ടെഹ്റാൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇതിനകം വഷളായ ബന്ധങ്ങൾ ഇത് കൂടുതൽ വഷളാക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചത് എല്ലാ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ലംഘനമാണെന്നും അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തൻ്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. മന്ത്രാലയത്തിൻ്റെ അഭിപ്രായത്തിൽ IRGC ഇറാൻ്റെ ഔദ്യോഗിക സായുധ സേനയുടെ ഭാഗമാണ്. അതിനെയാണ് തീവ്രവാദ സംഘടനയായി മുദ്രകുത്തുന്നത്. ഇത് ഒരു പരമാധികാര രാജ്യത്തിനെതിരായ രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണെന്ന് ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലാത്ത വിധം ഇറാൻ തറപ്പിച്ചു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രതികാരമായി കാനഡയുടെ അഭിമാനമാണെന്ന് കാനഡ വിശ്വസിക്കുന്ന കനേഡിയൻ റോയൽ നേവിയെ ഭീകര സംഘടനയായി ഇറാനും പ്രഖ്യാപിച്ചത്. ഇറാനും കാനഡയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി പിരിമുറുക്കത്തിലാണ്. 2020 ഉക്രൈൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈറ്റ് PS 752 ഇറാൻ്റെ IRGC അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തി. നിരവധി കനേഡിയൻ പൗരന്മാർ ഉൾപ്പെടെ 176 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഇതിനെ തുടർന്ന് കാനഡ ഇറാനെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും 2024 IRGCയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കയ്ക്ക് ശേഷം ഇറാനെതിരെ ഒരു പ്രധാന പാശ്ചാത്യ രാജ്യം നടത്തിയ ആദ്യത്തെ നടപടിയായിരുന്നു കാനഡയുടെ ഈ നീക്കം. IRGC ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഇറാൻ നിരന്തരം നിഷേധിച്ചിട്ടുണ്ട്. ദേശീയ പ്രതിരോധത്തിനും പ്രാദേശിക സ്ഥിരതയ്ക്കും IRGC അനിവാര്യമാണെന്ന് ടെഹ്റാൻ വാദിക്കുന്നു. അതേസമയം മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതിനും തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും IRGC ഉത്തരവാദിയാണെന്ന് കാനഡയും സഖ്യകക്ഷികളും ആരോപിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും കനേഡിയൻ നാവിക ആസ്തികളിലേക്കോ ഉദ്യോഗസ്ഥരിലേക്കോ ടെഹ്റാന്റെ പ്രവേശനം പരിമിതമായതിനാൽ ഇറാന്റെ നീക്കം പ്രധാനമായും പ്രതീകാത്മകമാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് സമാനമായ നടപടികളിലൂടെ മറുപടി നൽകുന്ന ഇറാൻ്റെ നയത്തെ ഇത് പ്രതിഫലിപ്പിക്കുകയാണ്. നമുക്കറിയാലോ, അന്ന് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അതിൽ അമേരിക്ക B-2 ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ച് സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാൻ്റെ ആണവശേഷി തകർക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടത്തിയ ഇക്കഴിഞ്ഞ മാസങ്ങൾ നടത്തിയ അതിശക്തമായ ആക്രമണം ലോകമാകെ കണ്ടതാണ്. അതിന് മറുപടിയായി ഖത്തറിലെ അമേരിക്കയുടെ എയർബേസ് ഇറാൻ ബോംബിട്ടതും പ്രതികാരമെന്നോണം നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ ഏത് കാര്യത്തിനും ഏത് നടപടി ഏത് പാശ്ചാത്യ ശക്തി ഇറാനെതിരെ സ്വീകരിച്ചാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നത് ഇറാൻ്റെ ഒരു കഴിവാണ്, അല്ലെങ്കിൽ ഇറാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ അതേപോലെ തന്നെ ഇസ്രയേലിനുള്ളിൽ നിരവധി കെട്ടിടങ്ങൾ ബോംബിട്ട് തകർക്കുവാനും മിസൈൽ അയക്കുവാനും ഇറാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ആക്രമണങ്ങളും ലോകം കണ്ടതാണ്. കാരണം ഇസ്രയേൽ ഇറാൻ ഏൽപ്പിച്ച ആഘാതം പോലെ തന്നെ ഇസ്രയേലിലും ഇറാൻ തിരിച്ച് പ്രതികാരമായി നടപടി സ്വീകരിച്ചിരുന്നു. അമേരിക്ക IRGCയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയപ്പോൾ ഇറാൻ മുമ്പ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ കാനഡയുമായി ടെഹ്റാൻ ഇതേപോലെ സമാനമായ ഒരു തന്ത്രം സ്വീകരിച്ചു. സമീപ വർഷങ്ങളിൽ ആണവ പദ്ധതി, ഉപരോധങ്ങൾ, പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയെ ചൊല്ലി ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന
ഈ കാനഡയുമായിട്ടുള്ള പ്രശ്നം. ഏതായാലും ഇതുപോലെ ഇറാനെതിരെ ഏത് പാശ്ചാത്യ രാഷ്ട്രം ഏത് നടപടി സ്വീകരിച്ചാലും ഇറാനും അതേപോലെ തിരിച്ച് അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.